അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. കോഴിമുട്ടയും മൈദാമാവും ചിക്കനും ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ടൊരു പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാൻ ഫ്രൈ ചെയ്ത 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം. നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബാറ്ററാണ്. അത് റെഡിയാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് മൈദാമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ പുറത്തൊരു പാൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ്റെ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിനി അടച്ചു വെച്ച് അരമണിക്കൂറിന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 15 മിനിറ്റും കൂടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. അസ്സലാമു അലൈക്കും.